നീ ജയിക്കാൻ വേണ്ടി ചാവി മാത്രമല്ലടാ, ഞാൻ എൻ്റെ ജീവൻ വേണേലും തരും. എനിക്കറിയാവുള്ളൂ എന്തെങ്കിലും ഒരു ദിവസം നീ നിന്റെ ലക്ഷ്യത്തിൽ എത്തിപ്പെടുമെന്ന്. ഓൾ ദ ബെസ്റ്റ് മൈ സൺ, ഗോ അഹെഡ്. താങ്ക്സ്. ഇതിനു മുമ്പ് ഇത്രയും സന്തോഷിച്ച് ഞാൻ കണ്ടിട്ടില്ല. കാരണം എന്റെ ഗ്രാൻഡ്പായുടെ അപൂർണമായ ആ നോട്ട്സ് നീ പൂർണ്ണമാക്കി അയച്ചു തന്നതിന്. എന്റെ അമ്മയിൽ നിന്നും എന്നിൽ നിന്നും അത് പ്രതീക്ഷിച്ച ഗ്രാൻഡ്മയ്ക്ക് അജ്ഞാതനായ നീ വേണ്ടി വന്നു. അതിന് എന്താണ് ഞാൻ നിനക്കിതിന് പകരം തരേണ്ടത്? സംഗീതം. സംഗീതം തന്നെയാണ് നീയും എനിക്ക് പകരം തരേണ്ടത്. പിയാനോ 7th സ്റ്റേജ് കഴിഞ്ഞു എന്നല്ലേ പറഞ്ഞത്? അപ്പോൾ തനിക്കും ചിലത് ചെയ്യാൻ കഴിയും. അതിനു മുമ്പ് എനിക്ക് നിന്നെ കാണണം. അത് വേണ്ട. ഇപ്പോൾ നമ്മൾ കണ്ടാൽ നമ്മുടെ ലക്ഷ്യം പിഴയ്ക്കും. എന്ത് ലക്ഷ്യം? അവിചാരിതമായിട്ടാണെങ്കിലും നിന്റെ മുത്തച്ഛൻ്റെ നോട്ട്സിൽ കാണാതായ പേജുകളിൽ എന്തായിരിക്കുമെന്ന് ഊഹിച്ചാണ് ഞാൻ ആ നോട്ട്സ് എഴുതി തുടങ്ങിയത്. അതെനിക്ക് തന്ന ആത്മവിശ്വാസം ചെറുതല്ല. അതിനുശേഷം ഞാൻ എൻ്റെ സ്വപ്നത്തിലേക്കുള്ള നൊട്ടേഷൻസ് എഴുതി തുടങ്ങി. അജ്ഞാതയായ എൻ്റെ സുഹൃത്തെ, നിനക്കിതാ ഞാനത് അയക്കുന്നു. ഇതിൻ്റെ പൂർത്തീകരണമാണ് നമ്മുടെ ലക്ഷ്യം. എഴുതിത്തീരുന്ന നൊട്ടേഷൻസ് ഞാൻ നിനക്ക് അയച്ചുകൊണ്ടേയിരിക്കും. അത് പൂർത്തിയാകുമ്പോഴായിരിക്കും നമ്മൾ തമ്മിൽ കാണുക.
കാണുക മാത്രമല്ല, നമ്മൾ ഒരുമിച്ചായിരിക്കും അത് ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്നതും. ഞാൻ കാത്തിരിക്കും. നിന്നെ കാണാൻ വേണ്ടിയുള്ളതാണ് ഇനി എൻ്റെ ദിവസങ്ങൾ. ഐ ലവ് യു. ലവ് യു ടു. ഹലോ, മ്യൂസിക് ഡയറക്ടർ അർഫ സാബർ സ്പീക്കിംഗ്. ഹലോ അമർ, നാളെ റെക്കോർഡിംഗ് ഫിക്സ് ചെയ്തോളൂ, ഞാൻ വരാം. ഓ നൈല, ഐ എം വെരി സോറി. ഞാൻ പാർക്കിലിരുന്ന് പുതിയൊരു ട്യൂണിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. അതാ ഞാൻ നിന്നെ ശ്രദ്ധിക്കാതിരുന്നത്. എനിഹോ, താങ്ക് യു സോ മച്ച്. മനു, ഇന്ന് കാര്യമില്ലാതറിയാൻ ഞാനില്ലേ? റെക്കോർഡിംഗ് ഉണ്ടെങ്കിൽ അതിന്റെ മ്യൂസിക് ഡയറക്ടർ ഉണ്ട്. വെറുതെ എന്തിനാ മനു? അല്ലടാ മച്ചു, അവൻ അങ്ങനെ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ പിന്നെ എങ്ങനെയാ നമ്മൾ? ഏതായാലും നമ്മൾ സഹകരിച്ചതല്ലേ, ഇതൂടെ ഞാൻ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ. ഒരു മിനിറ്റ്. എക്സ്ക്യൂസ് മീ മല, യെസ്, ഞാൻ ഒരു മെയിലേക്ക് തൊട്ടെ. യാ ഷുവർ. Busy. Me too. Then? What about evening 6 p.m? Okay. മനു എന്താടാ? എങ്ങനെയാണ് താങ്കൾ ഈ സംഗീത ലോകത്ത് എത്തിപ്പെട്ടത്? ഐ മീൻ, പാരമ്പര്യമായ മറ്റോ? ഗുഡ് ക്വസ്റ്റ്യൻ. പാരമ്പര്യമായി എന്റെ സംഗീത വാസനയെ പറ്റി പറയുകയാണെങ്കിൽ, ഓഫ് കോഴ്സ് എന്റെ അച്ഛനൊരു സംഗീതജ്ഞനായിരുന്നു. കുട്ടിക്കാലത്ത് എന്റെ ദിനങ്ങൾ തുടങ്ങിയത് തന്നെ അദ്ദേഹത്തിന്റെ സാധനം കേട്ടുകൊണ്ടാണ്. ശരിയാ, അതൊരു ആഖിർ ഭൈരവി രാഗത്തിലായിരുന്നു. സംഗീത ലോകത്ത് താങ്കൾക്ക് കോമ്പറ്റീറ്റേഴ്സ് ആരെങ്കിലും? എ ആർ റഹ്മാനോടും ഇളയരാജോടും ചോദിക്കേണ്ട ചോദ്യമാണിത്. ഫീൽഡിൽ എനിക്ക് കോമ്പറ്റീറ്റേഴ്സ് ഉള്ളതായി ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല. ശരി. സർ, താങ്കളുടെ നെക്സ്റ്റ് പ്രോജക്റ്റ്? അമർ. ഓ, ജസ്റ്റ് എ മിനിറ്റ്. വാട്ട്? കട്ട്. ഹായ് നൈല, എന്താ ഇത്? ഇതിപ്പോ കഴിയും, നമുക്കുടനെ തുടങ്ങാം. സോറി അമർ, 6 മണിയായി. 6 മണിക്ക് വേറൊരു അത്യാവശ്യമായ അപ്പോയിന്റ്മെന്റ് എനിക്കുണ്ട്. അയ്യോ നൈല, എന്റെ അസിസ്റ്റൻസ് മുഴുവൻ കാത്തിരിക്കല്ലേ. അവരൊക്കെ എപ്പോഴോ പോയി. പോയാ? ഓ, Oh God. എവിടെയായിരുന്നു നീ? ഞാൻ അയച്ച നൊട്ടേഷൻസ് കണ്ടിരുന്നോ? കണ്ടിരുന്നോന്നോ? ഇറ്റ്സ് റിയലി ഫാബുലസ്. നിന്റെ ക്രിയേഷൻസിലൂടെയാണ് ഞാൻ നിന്റെ രൂപം മനസ്സിൽ സൃഷ്ടിക്കുന്നത്. നീ എൻ്റെ ഫീലിങ്സ് വല്ലതും അറിയുന്നുണ്ടോ? ആ ഫീലിങ്സ്, ആകാംക്ഷ, വിരഹം, ആഗ്രഹങ്ങൾ, അതിൽ നിന്നൊക്കെയാണ് എൻ്റെ സംഗീതം പിറവിയെടുക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ആഗ്രഹങ്ങൾ എനിക്കുണ്ട്, നീ ആഗ്രഹിക്കുന്നതിൻ്റെ 1000 മടങ്ങ്. പിന്നെന്തിനു നമ്മൾ കാണാമറയത്തിരിക്കണം? അദൃശ്യമായ എൻ്റെ സാന്നിധ്യം പോലും ഇത്രയും നിനക്ക് പ്രചോദനമാകുന്നുണ്ടെങ്കിൽ എനിക്ക് ഉറപ്പുണ്ട്, ഇതിലും നന്നായി എൻ്റെ നേരിട്ടുള്ള സാന്നിധ്യം നിനക്കും എനിക്കും ഗുണം ചെയ്യുമെന്ന്. Are you there? Hello? Are you there? യെസ്, അത് വേണ്ട, ഞാൻ പറഞ്ഞതല്ലേ. ഓക്കെ, നമുക്ക് മീറ്റ് ചെയ്യാം. കാണാമെന്നോ? എപ്പോ? എവിടെ? നീ പറ. ഞാൻ ഊട്ടിയിലാണ്. നീയോ? നീയും ഊട്ടിയിലാണോ? ഓക്കെ, എങ്കിൽ ബൊട്ടാണിക്കൽ പാർക്കിൽ വെച്ച് നാളെ രാവിലെ 10 മണിക്ക്. ഓക്കെ, ഷുവർ. ബട്ട് നീ എന്നെ എങ്ങനെ തിരിച്ചറിയും? ഗിവ് മീ യുവർ നമ്പർ. നോട്ട് നെസസറി.
അതൊക്കെ ഞാൻ കറക്റ്റായിട്ട് കണ്ടുപിടിച്ചോളാം. എന്നാ ഞാൻ വെള്ളയിൽ കറുത്ത ഡിസൈനുള്ള ഫ്രോക്ക് ആയിരിക്കും ധരിക്കുക. കയ്യിൽ എന്റെ ഗിറ്റാറും ഉണ്ടായിരിക്കും. ചെക്കന് പ്രായമായി, ഒരു കല്യാണം കഴിപ്പിക്കണമെന്ന് വല്ല വിചാരമുണ്ടോ നിങ്ങൾക്ക്? ഞാനേ ഈ കോഫി ഒന്ന് കുടിച്ചോട്ടെ. ഇപ്പൊ തന്നെ നടത്താം. രാവിലെ തുടങ്ങി ഒരുങ്ങിയിട്ട് മതി വരാതെ. ഊതി കത്തിക്കാൻ ഉള്ളിൽ എന്തോ ഒരു കനല് കിട്ടിയിട്ടുണ്ട്. അത് നിനക്കെങ്ങനെ മനസ്സിലായി? അതാ തന്തയ്ക്കും തള്ളയ്ക്കും ഉള്ള വ്യത്യാസം. ദാ. അപ്പൊ ഞാൻ പോയിട്ട് എടാ മോനെ ഒരു മിനിറ്റ്. എന്താ വാ, പുറത്തേക്കുണ്ടോ. ആ, അങ്ങേ അറ്റത്തേക്ക് പോട്ടെ. ദേ അവിടെ സൂക്ഷിച്ചു പോണേ. ആ, അങ്ങേ അറ്റത്തുണ്ടേക്കണം. എവിടെയാണ് ഞാൻ? എന്റെ ഈശ്വര, എടോ എന്തൊരു മണ്ടത്തരമായി കാണിക്കുന്നേ. ഇറങ്ങടോ. 200 കൊല്ലം പഴക്കമുള്ളതാ ഈ പിയാനോ. അതിന്റെ മേലെ കയറിയാണോ ചുരണ്ടല്? 200 കൊല്ലം കേടുവരാത്ത സാധന. ഇപ്പൊ ഞാൻ കയറിയാലേ കേടുവരാ. എന്റെ ഭർത്താവിന്റെ പാരമ്പര്യ സ്വത്താ ഇത്. സൂക്ഷിച്ച്. എന്താ ഇത്? എത്ര തവണ പറഞ്ഞതാ നിങ്ങളുടെ അടുത്ത്? ഒരു ശ്രദ്ധയില്ലാതെ അത് നശിപ്പിച്ചല്ലോ. ഇഡിയറ്റ്സ്. അയ്യോ, എന്ത് പണിയാടാ നിങ്ങളെ കാണിച്ചത്? അല്ല, എന്റെ പിള്ളേര് സൂക്ഷിക്കേണ്ടതായിരുന്നു. പറ്റിപ്പോയില്ലേ? ഗോൾഡ് മാർക്കറ്റിനടുത്ത് ഇമാതിരി സാധനങ്ങൾ പഴയതും പുതിയതും മേടിക്കുകയും വിൽക്കുകയും ചെയ്തൊരു കടയുണ്ട്. അതിന്റെ തൊട്ടടുത്ത കടക്കാരൻ എന്റെ ഒരു സുഹൃത്താ. നമ്പർ കിട്ടുമെന്ന് ഞാൻ ഒന്ന് നോക്കട്ടെ. നോക്കി വേണം, അതിന് നാശമാക്കണ്ട. നൈല, ആ നമ്പർ കിട്ടിയ ഒന്ന് വിളിച്ചു പറഞ്ഞിട്ട് പോ. ഗ്രാൻഡ്മാ പ്ലീസ്, എനിക്കിന്ന് 10 മണിക്ക് റിഹേഴ്സൽ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ. ഇപ്പൊ തന്നെ ലേറ്റ് ആയി ഗ്രാൻഡ്മാ. അതൊക്കെ ശരിയാ, പക്ഷെ ഇതിങ്ങനെ മൂക്ക് കുത്തി കിടക്കുന്നത് എന്നെ കൊണ്ട് കാണാൻ വയ്യ മോളെ. ഗ്രാൻഡ്മയ്ക്ക് ഇത് വെറും ഒരു പിയാനോ മാത്രമല്ല മോളെ. അവൻ പറഞ്ഞിട്ടുണ്ട്, ഒന്ന് വിളിച്ചാ മതി, അവരിവിടെ ഒന്ന് ശരിയാക്കി തരും. ഇവന് എന്താ അവിടെ? ഒന്ന് വിളിച്ചു പറഞ്ഞിട്ട് പോ മോളെ. ഇതെന്താടോ മൊത്തത്തിലൊരു മാറ്റം? പെണ്ണാണാൻ പോവാ? അല്ലല്ല, എനിക്കിന്നൊരു ലീവ് വേണമായിരുന്നു. ബന്ധു വീട്ടിലൊരു കല്യാണമുണ്ട്. അങ്കിൾ നിക്ക്. ഹലോ, ടൈം. അതെ, ഭാസ്കരൻ പറഞ്ഞിരുന്നു. 200 കൊല്ലം പഴക്കമുണ്ടെങ്കിലും സംഗതി പിയാനോ തന്നെയല്ലേ. ആള് വന്ന് കാണട്ടെ, ഞാൻ ഫോൺ കൊടുക്കാം. ആ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുത്തു. പ്ലീസ് പെട്ടെന്ന് കൊടുക്കൂ. ഏതോ അത്യാവശ്യക്കാരാ. ഇക്കാലത്തൊരു പിയാനോ കേടുവന്നതിന് ഇത്ര സങ്കടപ്പെടുന്ന ആളുകളോ? ഹലോ, അത്ര വലിയ അർജന്റ് ഒന്നുമില്ല. അവര് കട്ട് ചെയ്തു. എന്തു പറ്റും മോളെ? ഫോൺ കട്ടായി ഗ്രാൻഡ്മാ. ഈ അഡ്രസ് ഒന്ന് പറഞ്ഞു കൊടുക്കോ? ഞാൻ ഇറങ്ങുന്നു, സമയം വൈകി. ബൈ. പറഞ്ഞോളൂ. അതെ അതെ, ചർച്ച് കഴിഞ്ഞ് റോസ് മൗണ്ട് B70. ഓക്കെ,
ഇപ്പോ ആളല്ല. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യുവർ പ്രോബ്ലം സർ. എനിക്കറിയാം നിനക്ക് കല്യാണത്തിന് പോകും, പൊയ്ക്കോ. പക്ഷേ ഒരു അരമണിക്കൂർ നേരത്തെ പണിയല്ലേ ഉള്ളൂ. എന്നാ ഇവിടെ അടുത്ത പുതിയൊരു കസ്റ്റമർ വന്നതല്ലേ, കളയണ്ട. ഇത് ശരിയാക്കിയിട്ട് നീ കല്യാണത്തിന് പൊയ്ക്കോ. മണി 10 ആയുള്ളൂ. സദ്യ വിളമ്പാൻ ഒരു 11:30 ആവില്ലേ? പിയാനോ റിപ്പയർ ചെയ്യാൻ. ആ അതെ. ആ വരൂ, അകത്തേക്ക് വരൂ. പതിയെ എടുക്കണേ. പുറത്തേക്കോ. ഇത് വഴി. നോക്കി വേണം. അതെ, ഒന്ന് സഹായിച്ചു കൊടുക്കൂ. ഒരു മിനിറ്റ് വേണം, വരുന്നു. ഇങ്ങോട്ട് വന്നേ, എല്ലാവരും ഇങ്ങോട്ട് വന്നേ. പിടിക്ക് ഒന്ന് പിടിച്ച്, എല്ലാവരും കൂടെ ചേർന്ന് പിടിക്ക്. സൂക്ഷിക്കണേ, നീ അവിടെ പിടിക്ക്. എടുക്ക. ചായ. താങ്ക്സ്. പിയാനോ ശരിയാക്കിയിട്ടുണ്ട് മാം. ഞാൻ ഈ കമ്പ്യൂട്ടർ ഒന്ന് ഉപയോഗിച്ചോട്ടെ, ഒരു മെയിൽ ചെക്ക് ചെയ്യാനായിരുന്നു. അതിനെന്താ മോനെ, ഉപയോഗിച്ചോളൂ. എൻ്റെ കൊച്ചുമോളുടെയാ. എൻ്റെ തൊഴിൽപരമായ അർജന്റ് കാര്യത്തിൽ പെട്ടുപോയി. എനിക്കിന്ന് എത്താൻ സാധിക്കില്ല. ഇന്ന് എനിക്കും ഇറങ്ങിയ സമയം മുതൽ ഓരോരോ കാരണങ്ങളാൽ തടസ്സമായിരുന്നു. അപ്പോഴേ എൻ്റെ ഉള്ളിലൊരു ഇൻഡ്യൂഷൻ തോന്നിയിരുന്നു. എനിക്കറിയാം വ്യക്തമായ കാരണമില്ലാതെ നീ വരാതിരിക്കില്ല എന്ന്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കൂടിക്കാഴ്ചയ്ക്ക് സമയമായിട്ടില്ലെന്നാണ്. നമ്മളുടെ ആ സ്വപ്നം, നമ്മൾ പ്ലാൻ ചെയ്ത ആ മിഷൻ, അതിൻ്റെ ലക്ഷ്യപ്രാപ്തി, അതോടൊപ്പം നമ്മളുടെ കൂടിക്കാഴ്ച, അതാണ് ശരി. ശരിയാണ്. നിന്നോടുള്ള ഇഷ്ടം, ബഹുമാനം ഒക്കെ വല്ലാതെ അധികമായിരിക്കുന്നു എനിക്ക്. എനിക്ക് നിന്നോടൊരു റിക്വസ്റ്റ് ഉണ്ട്. എനിക്കൊരു പ്രോഗ്രാമിന് വേണ്ടി ഒരു പാട്ട് നീ ട്യൂൺ ചെയ്ത് അയച്ചു തരുമോ? അതിനെന്താ? അപ്പോൾ ലിറിക്സ് ഞാൻ അയച്ചു തരാം. എൻ്റെ ഗ്രാൻഡ്മയുടെ വരികളല്ല. എൻ്റെ ഗ്രാൻഡ്മയുടെ വലിയൊരു ആഗ്രഹമായിരുന്നു. സമയം എത്രയായി മോളെ? കിടന്നുറങ്ങിക്കൂടെ നിനക്ക്? ദാ അത് മുഴുവൻ കുടിക്ക്. ഞാൻ കുടിക്കാം ഗ്രാൻഡ്മ. Go and sleep now. Okay. Naila, switch off the light and go to bed. Good night. Good night. ഇതും എൻ്റെ ഗ്രാൻഡ്പായുടെ നടക്കാതെ പോയ ആഗ്രഹങ്ങളിൽ ഒന്നാണ്. പാവം എൻ്റെ ഗ്രാൻഡ്മ. ഇതെടുത്ത് തരുമ്പോ ആ കണ്ണുകളിൽ ഒരു പ്രതീക്ഷ. ഞാനത് ട്യൂൺ ചെയ്യാം, എൻ്റെ കഴിവിൻ്റെ പരമാവധി.
എനിക്ക് ഈ പാട്ട് സ്റ്റാർ സിംഗറിൽ പാടാൻ വേണ്ടിയാ. ഇങ്ങനെ ഒരു കാര്യം ഞാൻ ഒരുപാട് തവണ നിന്നോട് പറയാൻ ഒരുങ്ങിയതാ. പക്ഷേ ഹലോ യു ദേ? യെസ്, എനിക്കൊരു സുപ്രധാന കാര്യം നിന്നോട് പറയാനുണ്ടായിരുന്നു. നിർഭാഗ്യവശാൽ അത് പറയാൻ നമ്മൾ തമ്മിലുള്ള കൂടിക്കാഴ്ച വരെ കാത്തിരിക്കാം. ഇന്നെന്താടാ പരിപാടിയൊന്നുമില്ലേ? പരിപാടിയൊക്കെ ഉണ്ട് വച്ചു. പക്ഷേ നമ്മളെ പരിപാടിയേക്കാൾ വലിയ പരിപാടി വന്നാൽ പിന്നെ എന്ത് ചെയ്യും? എന്ത് പരിപാടി? നീ ആ പള്ളിപ്പാട്ടിന്റെ ടീം വരുമെന്ന് പറഞ്ഞിട്ടല്ലേ എന്നെ വിളിപ്പിച്ചത്? എന്നിട്ട് അവരവിടെ? ദേ അവളുണ്ടല്ലോ, ആ ലതാ മങ്കേഷ്കർ, അവളെ ഏതോ TV പ്രോഗ്രാമിൽ പാടിയിട്ടുണ്ട് ഇത്ര. ഇന്ന് അതിൻ്റെ ടെലികാസ്റ്റിംഗാ. അത് കാണാൻ ടിവിയുടെ മുന്നിൽ മൊത്തം പേര് ഇരിപ്പുണ്ട്. ദേ ആ ഏരിയയിലേക്കൊന്ന് പോവല്ലേ, മൊത്തം ട്രാഫിക് ബ്ലോക്കാ. ഓ, അപ്പോൾ നമുക്ക് സ്വസ്ഥമായിട്ട് സ്റ്റുഡിയോ കിട്ടുമല്ലോ. ആ പള്ളിപ്പാട്ടിന്റെ ഡയറക്ടർ പള്ളി വെച്ചെന്തേ? ഡേ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? പള്ളിക്കാരും പട്ടക്കാരും, ദേ ആ പെണ്ണും, പിന്നെ വിശ്വ മ്യൂസിക് ഡയറക്ടർ സാക്ഷാൽ വായ നോക്കി അർഫാസ് അമറും ഒക്കെ അവിടെ ഉണ്ട്. ചെല്ല്, നീ ചെല്ല്. നീ വണ്ടി എടുക്കടാ. എന്തേ നീ പോണില്ലേ? വെൽക്കം ബാക്ക് ടു സ്റ്റാർ സിംഗർ. പാട്ട് തീരുന്നതിന് മുമ്പ് നമുക്കൊരു കല്യാണി രാഗം വായിച്ചിട്ട് വരാം. നീ അവളുടെ പാട്ട് കേട്ടിരിക്കും. ഞങ്ങളെ ഒരു 2 വട്ടം ശ്രുതി കയറ്റിട്ട് വരാം. ഇന്ന് ആദ്യത്തെ കണ്ടസ്റ്റന്റ് തമിഴ്നാടിന്റെ കാശ്മീർ എന്ന് പറയപ്പെടുന്ന ഊട്ടിയിൽ നിന്നും വന്ന സംഗീത പ്രതിഭയാണ്. ഞാൻ സ്റ്റേജിലേക്ക് വിളിക്കുന്നു മിസ് നൈല. Oh Naila, nice dress and you look so beautiful. താങ്ക് യു സോ മച്ച്. Okay, ഏത് പാട്ടാണ് നൈല പാടാൻ പോകുന്നത്? ഞാൻ പാടാൻ പോകുന്ന ഈ ഗാനം ഒരുപക്ഷെ പൂർണ്ണതയോടെ അവതരിപ്പിക്കുന്നത് ഈ വേദിയിലായിരിക്കും. ഇതിന്റെ ആദ്യ ശ്രോതാക്കൾ ഈ പരിപാടിയുടെ പ്രേക്ഷകരുമായിരിക്കും. ഇത് സ്വന്തം സൃഷ്ടിയാണോ? അത് ഞാൻ പാടിക്കഴിഞ്ഞതിന് ശേഷം പറയാം. ഓ ഓക്കെ ഓക്കെ, സസ്പെൻസ്. വെൽ, എന്തായാലും നമുക്ക് വേണ്ടി പാടുകയും പാടിന് ശേഷം സസ്പെൻസ് പറയുകയും ചെയ്യും. എനിവേസ്, ഓൾ ദി ബെസ്റ്റ്. നന്നായി പാടുക, നല്ല മാർക്ക് വാങ്ങിക്കുക. Da da